അടുത്ത മാസം ബാലു ആ തിരി അണച്ച് പോകുന്ന അടുത്ത മാസം സംഭവിച്ചല്ലേ? അടുത്ത മാസം ബാലു മരിച്ചു. ആ ആക്സിഡന്റ് പറ്റി കുഞ്ഞിനെ കൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക്. അതെനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ നമ്മൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം മൗസാറാണ്, കട്ട വെയിലാണ്, കുറേ നേരമായിട്ടും ആക്ഷൻ പറയുന്നില്ല. കൈതപ്പുറം തിരുമേനി മോട്ടറിൻ്റെ ഫ്രണ്ടിരുന്ന് നല്ല ഉറക്കം. മൗസാർ വെയിലത്ത് ചെയ്യുന്നത് മലയാളത്തിൻ്റെ ലെജൻഡാണ്. സാറിങ്ങനെ കൈ കാണിച്ച് കാറ് വന്നു, കാറിൽ കയറി നേരെ റൂമിൽ പോയി. എനിക്കൊന്ന് കുറച്ച് മിമിക്രിയുടെ പശ്ചാത്തലവും എല്ലാത്തിൻ്റെ ഒരു സാധനം ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഇവരൊക്കെ നിരീക്ഷണ പാഠം. അത് തീർച്ചയായിട്ടും അതുപോലെ ഒരുപാട് ഈ പഴയ കഥകൾ പറയുന്ന ആൾക്കാർ, പിന്നെ സായി ചേട്ടൻ, സായി കുമാർ, സായി ചേട്ടൻ എൻ്റെ അടുത്തൊരു ഈ സൗണ്ട് തോമ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഇടഞ്ഞു പാടാ ഒരു കഥ പറയട്ടാന്ന് പറഞ്ഞ്. അപ്പം ഈ ഇദ്ദേഹം നമ്മുടെ കൈതപ്പുറം ദാമോദരം നമ്മൾ ഒരു സിനിമ സംവിധാനം ചെയ്തല്ലോ, കംപ്ലീറ്റ് ആയില്ല. ഒരു ക്രിക്കറ്റ് കഥ പാകിസ്ഥാനിൽ നിന്നൊരു മൗസാർ അഭിനയിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രൗണ്ടിൻ്റെ നടുക്ക് മൗസാറിനെ ഒറ്റയ്ക്ക് കാറിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ കാറങ്ങ് പോയി. കാരണം അപ്പോൾ മൗസാറിനെ അവിടെ നിർത്തിയിട്ട് ഒരു വലിയ ഷോട്ട് എടുക്കാനാണ് ഇവർ പ്ലാൻ ചെയ്തത്. ഇവരെല്ലാം ഗാലറിയിൽ മോണിറ്ററൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം മൗസാറാണ്, കട്ട വെയിലാണ്, കുറേ നേരമായിട്ടും ആക്ഷൻ പറയുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത് നിൽക്കുന്നവർ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ തിരുമേനി ഇരുന്ന് ഉറങ്ങുകയാണ്. സുഖമില്ലാത്തതുകൊണ്ടാണ്. കൈതപ്പുറം തിരുമേനി മോട്ടറിൻ്റെ ഫ്രണ്ടിരുന്ന് നല്ല ഉറക്കം. മൗസാർ വെയിലത്ത് ചെയ്യുന്നത് മലയാളത്തിൻ്റെ ലെജൻഡാണ്. സാറിങ്ങനെ കൈ കാണിച്ച് കാറ് വന്നു, കാറിൽ കയറി നേരെ റൂമിൽ പോയി. അന്ന് അവിടുത്തെ ഷൂട്ടിങ് തുടങ്ങി. കാരണം അദ്ദേഹത്തെയൊക്കെ വിളിച്ചിങ്ങനെ വെയിലത്ത് കൊണ്ട് നിർത്തിയിട്ട്. ഇതുപോലെ ഈ സിനിമ രംഗത്ത് തന്നെ ഇഷ്ടം പോലെ സംഭവങ്ങൾ, കോമഡി, നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പി പോകുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ. മണിച്ചേട്ടൻ എൻ്റെ അടുത്ത് ഈ പാലക്കാട് ഈ സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ പുല്ലില്ലേ, ഈ പുല്ലുകളെല്ലാം ഉണങ്ങി വെള്ള കളറാവും. പച്ച പുല്ലുകൾ ഉണങ്ങി വെള്ള കളറാവും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ ഇവിടുത്തെ ഈ പശുക്കളെ വലിയ കാര്യമായിട്ട് പറയുന്നത്, ഈ പാലക്കാടുള്ള പശുക്കൾ ചൂട് സമയമായി കഴിഞ്ഞാൽ ഈ പുല്ല് തിന്നത്തില്ല. അപ്പം ഞാൻ പറയാം, എടാ പുല്ല് പച്ച കളറല്ലേ, ഇത് മാടി വെള്ള കളറായി കഴിഞ്ഞാൽ ഏത് പശു കഴിക്കും? പശു ഡെയിലി താഴോട്ട് നോക്കുമ്പോൾ പച്ച കളർ, വിശാലമായിട്ട് കഴിക്കാം. ഇതെല്ലാം കരിഞ്ഞ് വെള്ള കളറിൽ നീക്കുമ്പോൾ ഏത് പശു കഴിക്കൂടെ ഇത്? അപ്പോൾ ഞാൻ പറയാം, പിന്നെ ഇതിന് പോകാൻ വഴിയുണ്ട്. ഇതിൻ്റെ മിക്കവാറും ഇവിടുത്തെ പശുക്കളുടെ ഉടമസ്ഥന്മാർ സിറ്റിയിൽ പോയി ഈ കണ്ണാടി കടയിൽ പോയി പച്ച കളറുള്ള കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ച് കണ്ണിൽ പച്ച കഴിച്ചു. ഈ പശു താഴോട്ട് നോക്കുമ്പോൾ എല്ലാം പച്ച കളറായിട്ട്, അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം. ജഗതി ചേട്ടൻ ഭയങ്കരമായിട്ട് തമാശ പറയുന്ന ആളാണ്. ജഗതി ചേട്ടൻ ഒരിക്കൽ പറഞ്ഞ സംഭവം, ഭരത് ഗോപി, അദ്ദേഹത്തിന് ഭരത് ഗോപി എന്ന് ഭരത് അവാർഡ് കിട്ടി. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം കൊടിയേറ്റം ഗോപി എന്നാണ് അറിയപ്പെട്ടത്. അതായത് കൊടിയേറ്റത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത് ആദ്യം. അപ്പോൾ നമ്മളത് ചോദിക്കണേ, എടേ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ കൊടിയേറ്റം നമ്മളെ ഗോപി അണ്ണൻ ആദ്യമായിട്ട് അഭിനയിച്ച കൊടിയേറ്റം സിനിമയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കൊടിയേറ്റം ഗോപി. പിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് ഊച്ചാളി എന്ന് പറയുന്നൊരു സിനിമയിലാണ് അഭിനയിച്ചെങ്കിൽ ആലോചിച്ചു, ഊച്ചാളി ഗോപി. അങ്ങനെ പെട്ടെന്ന്. പിന്നെ വേറെ സംഭവം, ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് കണ്ണാശുപത്രിയിൽ ഏറ്റവും മിടുക്കനായ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ കണ്ണൻ. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സേവനമൊക്കെ നിന്ന് പെൻഷനായി പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ഒരു കണ്ണിൻ്റെ വലിയൊരു വെള്ളി ശില്പം ആണ് സമ്മാനമായിട്ട് കൊടുത്തത്. ഈ സമ്മാനം കൈമാറുന്നത് ചീഫ് ഗസ്റ്റായിട്ടുള്ള ജഗതി ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹം ഇത് കൈമാറി വലിയ സന്തോഷം, ആൾക്കാരെല്ലാം കൈയടിച്ചു. അദ്ദേഹം മൈക്കിൽ വന്ന് പറയും, പ്രിയമുള്ളവരെ, ഡോക്ടർ കണ്ണൻ വളരെ പ്രശസ്തനാണ്, ഫേമസാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഡോക്ടർ കണ്ണിൻ്റെ ഡോക്ടറായതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് കണ്ണിൻ്റെ വലിയൊരു ശില്പം കൊടുത്തു. ഇദ്ദേഹം ഒരു ഗൈനക്കോളജിസ്റ്റ് നിങ്ങൾ പെട്ടുപോയനെ. ഇതുപോലെ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയൊക്കെ സാധനങ്ങൾ ഓർത്ത് വെക്കുന്നല്ലോ. അല്ല, ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു ബാങ്ക് പോലെ. എന്നെക്കാൾ നമ്മുടെ ബാലഭാസ്കർ
ബാലഭാസ്കർ ഈ മ്യൂസിക് ലോകത്താണെങ്കിലും ചെറിയ ചെറിയ കോമഡികൾ ഒരു ഡയറി വെച്ച് ഡയറിയിൽ എഴുതി വെക്കും മറന്നു പോകാതിരിക്കാനായിട്ട്. ബാലുവിൻ്റെ ഡയറി ഇപ്പോഴും ബാലുവിൻ്റെ വീട്ടിൽ കാണണം, ഡയറികൾ. ഇത് നമ്മൾ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ന് സംഭവിച്ച ഹ്യൂമറുകൾ മാത്രം എഴുതി അല്ലേ, അസാധ്യം. അത് മാത്രമല്ല, ബാലു ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. ബാലു ഒരിക്കൽ ന്യൂ ടി വിയുടെ നടയിൽ വന്ന് ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് കണ്ടാണ്, എന്തോ ഒരു ആവശ്യത്തിന് ഇവിടെ വന്നു. ഞാൻ പുറത്തോട്ടിറങ്ങി ചെന്ന് ഓടി വന്ന്, അപ്പം ഞാൻ ബാലുവിന്, ഞങ്ങൾ രണ്ടൊരു സെയിം ഏജാണ്. ഞാൻ ബാലുവിനെ അണ്ണാന്ന്, ബാലു എന്നെ അണ്ണാന്നാണ് വിളിക്കുന്നത്. അണ്ണാ പറയണ ഇങ്ങനെ പറയുന്നത്. ബാലു ഓടി വന്ന് അണ്ണാന്ന് പറയും, കെട്ടിപ്പിടിച്ച് ഞാനും കെട്ടിപ്പിടിച്ച്. ബാലുവിനെ കണ്ടത് ഞാൻ നിറത്തിങ്കളെ തിരിത്താഴ്ത്തുമോ ഇങ്ങനെ 2 വരി പാടി. ബാലു പെട്ടെന്ന് ഇങ്ങനെ സ്ട്രക്കായി നിന്നിട്ട് എൻ്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നു. ഇതെങ്ങനെയാണ് നിങ്ങൾ ഓർത്ത് വെച്ചത്? അതായത് സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞ ഉടനെ മംഗല്യ പല്ലക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ബാലു ആദ്യമായിട്ട് ചെയ്ത പാട്ടാണ്, വർഷങ്ങൾക്ക് മുമ്പ്. ആ പാട്ട് അത്ര ഹിറ്റായത് പോലുമില്ല, പക്ഷേ ഞാൻ കൃത്യമായിട്ട് അത് ഓർത്ത് അതിൻ്റെ ഒരു ശകലം പോലും തെറ്റാതെ ബാലുവിൻ്റെ മുമ്പേ പാടിക്കൊടുത്തു. എന്തോ എനിക്ക് പിന്നെ അത് ഫീൽ ചെയ്തത്, നിറ തിങ്കളെ എന്ന് പറഞ്ഞാൽ മലയാള സംഗീത രംഗത്ത് ഒരു നിറഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ പോലെ നിന്ന ബാലു തിരി താഴ്ത്തുമോ എന്ന് ഞാൻ പാടിയത്. അടുത്ത മാസം ബാലു ആ തിരി അണച്ച് പോകുന്ന അടുത്ത മാസം ബാലു മരിച്ചു. ആ ആക്സിഡന്റ് പറ്റി കുഞ്ഞിനെ കൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക്. അതെനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ നമ്മൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാനും ബാലു, ഈശാൻ ദേവ് എന്ന് പറയുന്ന സംഗീത സംഘം, ഞങ്ങൾ 3 പേരും കൂടെയാണ് നടയിൽ നിന്ന് ഇത് പാടുന്നത്. ബാലുവിൻ്റെ തന്നെ പാട്ടാണ് നിറ തിങ്കളെ തിരി താഴ്ത്തുമോ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. ഇതുപോലെ ബാലുവിൻ്റെ സംഭവം, ഞാൻ സ്റ്റേജിൽ ബാലേന്ദ്ര മേനോൻ്റെ ഫിഗറിൽ വരും. അപ്പോൾ അന്ന് നമ്മൾ GS പ്രദീപില്ല, അശ്വമേധൻ്റെ ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതിലെ അംഗങ്ങളാണ് ഞാനും, ജാസി, സിത്താര ബാലകൃഷ്ണൻ, ഈ ബാലഭാസ്കർ, ഷാന്, ഞങ്ങളെല്ലാം കൂടെയാണ് പ്രോഗ്രാമിന് പോകുന്നത്. അപ്പോൾ എൻ്റെ മിമിക്രി ആവാൻ നേരത്ത് ബാലു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓഡിയൻസിൻ്റെ കൂടെ വന്നിരുന്ന് കാണും. ഞാൻ കേട്ട് ബാലു എത്രയോ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ബാലേന്ദ്രമേനോനും ജഗദീഷും ഒക്കെ കാണിക്കുന്നത്. അണ്ണാ സത്യം പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്കൊരു ഇതാണ്, എത്ര കണ്ടാലും അത് മടുക്കൂലാണ് നിങ്ങൾ സ്റ്റേജിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ ഞാൻ തിരിച്ചു പെടും. എനിക്ക് ഈ ബാലു കണ്ണേ കലമാനെ ഇതിൽ വായിക്കും. ബാലു ഇങ്ങനെ ചെയിനായിട്ട് വായിക്കും. അപ്പോൾ ഞാൻ ഇരുന്ന് ഇങ്ങനെ കാണിക്കും, സ്റ്റേജിൽ ഇതേപോലെ ഇറങ്ങി വന്നിരുന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ ബാലു ഉടനെ ഏത് പാട്ടിൻ്റെ ഇടയ്ക്കും ഈ കണ്ണേ കലമാനെ വായിക്കും. ഒരു 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 എന്താ പറയുക, ഒരു ദൈവം തലയിൽ കൈവച്ച് ഭൂമിയിലേക്ക് അയച്ച ഒരാൾ, മാന്ത്രികൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരെ ക്ലിൻ്റ് എന്ന് പറയുന്ന ചിത്രം വരയ്ക്കുന്ന പ്രതിഭ കൊണ്ടുപോയില്ലേ. എന്തായാലും ഒരുപാട് കഥകളുടെ ഒരു സമാഹാരം തന്നെ കഥകൾ ഇഷ്ടം പോലെ. ഇനി നമുക്കൊരു 1-2 എപ്പിസോഡ് കൂടെ ചുരുക്കമായി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നിരിക്കും. തീർച്ചയായിട്ടും.